ടെക്നോളജി വൈസ് നല്ല പ്രൊഡക്റ്റുകൾ ഇറക്കുന്ന ഇഷ്ടം പോലെ കമ്പനികളുണ്ടല്ലോ. പക്ഷെ പല കമ്പനികളും ഇന്ത്യയിൽ വന്നൊരു കാലട്രിപ്പ് പോയില്ലേ. ഇപ്പോൾ ലാസ്റ്റ് പോയത് ഫോർഡാണ്. ഫോർഡ് കാറ് കണ്ടുപിടിച്ച കമ്പനിയല്ലേ. ചില ഓണ്ടർപ്രണേഴ്സ് വളരെ സ്ക്രാച്ച് നിന്ന് അവരുടെ ജീവൻ മുഴുവൻ സമർപ്പിച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ചില ബിസിനസ്സുകളുണ്ട്. ഇത് വലുതാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. ഇതൊരു വലിയ ടീമിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഒരു ചലഞ്ചിനെ ഫേസ് ചെയ്യുക? ഒരു പ്രൊഡക്റ്റ് ഒരാൾ ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവരുന്നു. എന്തിനു വേണ്ടിയിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ ആണത്, എന്തിലേക്കാണ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളത് അവിടെയാണ് യൂസർ കടന്നു വരുന്നത്. ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള യൂസർ കടന്നു വരുന്നൊരു മൊമെൻ്റ് അതാണ്. അപ്പോൾ യൂസറുടെ പ്രിഫറൻസുകളും പ്രയോറിറ്റീസും താല്പര്യങ്ങളും ഇൻട്രസ്റ്റുകളും ഒക്കെ ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. ഇതിനെ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് വരുന്ന ടീം പിന്നീട് അവർ ഈ ഒപ്റ്റിമൈസേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ടെക്നോളജി വൈസ് നല്ല പ്രൊഡക്റ്റുകൾ ഇറക്കുന്ന ഇഷ്ടം പോലെ കമ്പനികളുണ്ടല്ലോ. പക്ഷെ പല കമ്പനികളും ഇന്ത്യയിൽ വന്നൊരു കാലട്രിപ്പ് പോയില്ലേ. ഇപ്പോൾ ലാസ്റ്റ് പോയത് ഫോർഡാണ്. ഫോർഡ് കാറ് കണ്ടുപിടിച്ച കമ്പനിയല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡോക്യുമെൻറ്റ് ദീസ് തിങ്സ്. ഇതൊരു ഇന്നോവേഷൻ്റെ കാര്യം, അല്ലെങ്കിൽ ഇൻവെൻഷൻ്റെ കാര്യം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഡിസൈനുമായി ബന്ധപ്പെട്ട R&D എഫർട്ട്, അതിങ്ങനെ മാത്രമല്ല, ഈവൻ ഒരു സാധാരണ റീറ്റെയിൽ സംവിധാനത്തിൽ പോലും അങ്ങനെ വരും. ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഈ ഫൗണ്ടിങ് ടീം മെമ്പേഴ്സിനും അവരുടെ എക്സ്റ്റൻഡഡ് ടീമിനും ആവശ്യമുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ലിങ്ക് മിസ്സായി കഴിയുന്ന മൊമെൻ്റ് മുതൽ ആ കമ്പനി അത് എത്ര ബിഗ് ആണെങ്കിലും അത് പരാജയപ്പെട്ടേ പറ്റൂ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ ബിഗ് യു ആർ, ഇറ്റ് ഈസ് അബൌട്ട് ഹൗ കണക്റ്റഡ് യു ആർ. ATBC, profit with purpose, prosperity for all.